തിരുവനന്തപുരം പാപ്പനംകോട് ജംഗ്ഷനിലാണുള്ളത് കേട്ടോ. ജംഗ്ഷനിലായിട്ട് തന്നെ ഒരു 7.5 സെൻറ്റ് സ്ഥലവും അതിലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി, അതായത് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടത്തോടുകൂടി വിൽപ്പനയ്ക്കുണ്ട്. അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടി പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെ മിക്കീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 36 വർഷമായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ പേര് മാറ്റി ഈ ഒരു പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് വർക്കിംഗ് ടൈം വന്നിട്ട് 4 മണി തൊട്ട് 11 മണി വരെയാണ് കേട്ടോ. വൈകുന്നേരമാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാമിലിയായിട്ട് തന്നെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഈ തൂണ് തൊട്ട് ഇതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിലാണ്. എന്നിട്ട് നീളം വാങ്ങുന്നൊരു പ്രോപ്പർട്ടിയാണ്. ടോട്ടലായിട്ട് 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻ്റായിട്ട് റൺ ചെയ്യാം. ഇപ്പം നിലവിൽ താഴത്തെ നിലയിൽ റെസ്റ്റോറൻറ്റ്, മേളത്തെ നിലയിൽ നമുക്ക് റെസിഡൻഷ്യൽ യൂണിറ്റ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ മേളിലും താഴെയും നമുക്ക് റെസ്റ്റോറൻ്റായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ മേളത്തെ നില നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ തൊട്ടടുത്തായിട്ട് തന്നെ SCT കോളേജ് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ നിന്നുള്ള പിള്ളേർക്ക് പേയിങ് ഗസ്റ്റായിട്ട് നമുക്ക് മേളിലും കൊടുത്ത് താഴെ റെസ്റ്റോറൻറ്റ് റൺ ചെയ്ത് അവർക്കും കൂടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇനി അതല്ല, താഴെ നമുക്ക് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്യാം. ഉച്ച സമയത്തൂടെയൊക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ അവർക്ക് 1 രൂപയ്ക്ക് പുറത്തുള്ള കച്ചവടം ഉണ്ടായിരുന്നേ. പിന്നീട് അവർക്ക് ഹോസ്പിറ്റൽ ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് കുറച്ച് നാൾ നിർത്തി വെച്ചിരുന്നു. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വൈകുന്നേരമാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർട്ടിയുടെ ബാക്കി ഇതൂടെ കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പം എന്താ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നമുക്ക് ശരിക്കും സീറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അവർ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇറക്കി ഫാമിലിയായിട്ട് റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് ഫുള്ളായിട്ട് കിച്ചൺ സ്പേസ് ആണ്. അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് വരേക്കും നമുക്ക് പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സൈഡിലൂടെ വഴി ഒരുക്കിയിട്ടുള്ളത്. അവിടം വരെ കിച്ചൺ. പിന്നെ അതിനുശേഷം ബാക്കിലേക്ക് നമുക്ക് ഇതുപോലെ ഒത്തിരിയധികം റൂംസ് ഉണ്ട് കേട്ടോ. വാഷ് ഏരിയ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇനി പുകയെടുപ്പ്, കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ ഷോർട്ടേജ് വന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് വിറകെടുപ്പെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങ് ബാക്ക് അറ്റം വരേക്കും നമുക്ക് കെട്ടിടം വരുന്നുണ്ട്. ടോട്ടലായിട്ട് 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. താഴെയും മേളിലും ചേർന്ന് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. എന്നിട്ട് ഇങ്ങ് ബാക്ക് അറ്റം നോക്കി ഇവിടെയും നമുക്ക് വീണ്ടും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിനെ കുറച്ചുകൂടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിന് മേജറായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് സൗകര്യമാണ് കേട്ടോ. വേസ്റ്റ് വാട്ടർ വിടാനായിട്ടുള്ള സൗകര്യം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കുഴിയിലായാലും നമുക്ക് അല്ലാണ്ട് ഈ രീതിയിൽ ഡ്രെയിനേജിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കിതിനകത്ത് ഡ്രെയിനേജ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിതൊരു റെസ്റ്റോറൻ്റായിട്ട് തന്നെ റൺ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ എക്യുപ്മെൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അങ്ങനെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പം നിലവിലെ ഒരു 4 to 11 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സൈഡിലൂടെയുള്ള സ്പേസ് വഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരാം. അതുപോലെ തന്നെ പിൻവശത്ത് നിന്നും നമുക്ക് അതുപോലെ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരാവുന്നതാണ്. ഈ 7.5 സെൻറ്റ് സ്ഥലത്ത് അങ്ങനെ തന്നെ നീളം വാക്കിന് ഇതുപോലെ ഹാളും റൂമുകളും ടോയ്ലറ്റ് സൗകര്യവും അങ്ങനെ നീളത്തിനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കണം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ SCT കോളേജ് നമുക്കിവിടെ തൊട്ടടുത്തായതുകൊണ്ട് ഇതൊരു ഹോസ്റ്റലായിട്ട് വേണമെങ്കിൽ റൺ ചെയ്യാം. ഇപ്പോൾ താഴെ നമുക്ക് റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഇവിടെ ഹോസ്റ്റൽ, ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലായിട്ട് കൊടുത്തിട്ട് അവർക്കുള്ള ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റ് ഇവിടെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡബിൾ രീതിയിൽ ഇവിടെ ഒരു ബിസിനസ് നടത്തിയെടുക്കാം. പാപ്പനംകോട് പ്രോപ്പർ ജംഗ്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഓടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ നേരത്തെ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫാമിലിയായിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഹാള് കാണാൻ സാധിക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ 1, 2 റൂമുകൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ റൂമിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങാനൊരു സൗകര്യമുണ്ട്. അവിടെ നിന്ന് കയറുമ്പോഴത്തേക്കും ഇവിടെ 2 ബാത്റൂംസാണ് ഇതിനകത്തുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം കാണാം. പിന്നെ ഇവിടെ നിന്ന് നമുക്കിത് സെപ്പറേറ്റ് ആക്കി നേരത്തെ 2 ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ചെയ്തിട്ടുണ്ട്. വീണ്ടും പിൻവശത്തേക്ക് നമുക്കൊരു കിച്ചണും ഒരു ഹാളും ഒക്കെ വരുന്ന രീതിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കണക്ക് ഒരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അല്ല, നമ്മുടെ ഈ ഒരു കെട്ടിടത്തിൻ്റെ പിൻവശത്തേക്ക് ഇങ്ങനെ ബാക്ക് അറ്റം വരേക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് വരുന്നത് KSRTC സ്റ്റാൻഡിൻ്റെ പാർക്കിങ്, അവരുടെ ഫ്യൂൽ ഡിപ്പോയും അതെല്ലാം ആണ് കേട്ടോ. ഇതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടി വരും.
ടോട്ടലായിട്ട് 7.5 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. അതായത് പാപ്പനംകോട് പ്രോപ്പർ ജംഗ്ഷനിലിരിക്കുന്ന കെട്ടിടം. പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 3,90,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതിനടുത്ത് റൺ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം വാടകയ്ക്ക് കൊടുത്താൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം നമുക്ക് മാസ വാടക കിട്ടുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ പറയും ഇതിനെ കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കാളും കൂടുതൽ പലിശ കിട്ടുമെന്ന്. പക്ഷേ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഈ വസ്തുവിൻ്റെ മൂല്യവും കൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാധനം ആരും കണക്കിൽ പറയത്തില്ല. ആ വസ്തുവിൻ്റെ മൂല്യം മാറും, പ്ലസ് നമുക്കൊരു വാടക ഇനത്തിൽ ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില 3,90,00,000 രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്.